ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ 2 റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു തന്തൂരി ചിക്കനും പിന്നെ നമ്മുടെ സ്വന്തം പൊറോട്ടയും. ചിക്കൻ ഞാനിവിടെ ഫ്രൈ പാനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ ചിക്കനാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഉള്ളിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ചിക്കൻ ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ചേർത്തത്. ബീട്രൂട്ട് ചേർത്തെന്ന് കരുതി അതിൻ്റെ ടേസ്റ്റൊന്നും ചിക്കനിൽ വരില്ല. ഇത് മൂന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകവും കുരുമുളകും കൂടി പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാല നമ്മൾ മാറ്റി വെച്ച ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ചതിന് ശേഷം ഞാനൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ചിക്കൻ എടുത്ത് കുക്ക് ചെയ്യുന്നത്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ചൂടുള്ള 1 കപ്പ് പാല്, 2 ടീസ്പൂൺ പഞ്ചസാര വലിയ തരിയായതുകൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡയോ പാം ഓയിലോ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ടേബിൾ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രോസസ്സാണ് ഈ ഒരു മാവ് കുഴയ്ക്കുക എന്നുള്ളത്. നമ്മുടെ ഫുൾ പവർ ഇട്ടിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലൊരു മടിയും കാണിക്കേണ്ട. കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആവും പൊറോട്ട. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ നനഞ്ഞ തുണി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മാവ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് ഓരോ ഉരുളക്കുള്ള മാവ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാവ് ഓരോന്നും എടുത്തിട്ട് ഉരുളകളാക്കാം.
ഇനി ഓരോ ഉരുളയും ടേബിൾ ടോപ്പിലിട്ട് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ റോളർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല നേർമയാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. നന്നായി പരത്തിയതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ വീശി അടിച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. ഫുള്ള് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് സാവധാനം ഒന്ന് വിട്ട് കൊടുത്ത് വലിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് വലിച്ച് കുറച്ചൊന്ന് നീട്ടി കൊടുക്കാം. ഇനി അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചുരുട്ടുന്ന പോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി ബാക്കി എല്ലാ ഉരുളയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചൊന്ന് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എപ്പോഴും പൊറോട്ട ചുടുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇനി നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന പൊറോട്ട ആ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊറോട്ടയുടെ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലെയറൊക്കെ നല്ല നൂല് പോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചിക്കന് ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മുടെ തന്തൂരി ചിക്കനും പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.